ഉദുമ സബ് രജിസ്ട്രാർ ഓഫീസിനായി പണിതീർത്ത പുതിയ കെട്ടിടം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നാടിന് സമർപ്പിച്ചു. ഇതോടെ മുഴുവൻ സബ് രജിസ്ട്രാർ ഓഫീസുകൾക്കും സ്വന്തം കെട്ടിടമുള്ള സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി കാസർഗോഡ് മാറി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. രജിസ്ട്രേഷൻ വകുപ്പ് ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്നും രജിസ്ട്രേഷൻ റവന്യൂ വകുപ്പുകൾ സമന്വയിപ്പിച്ച് എന്റെ ഭൂമി പോർട്ടൽ യാഥാർത്ഥ്യമാകുന്നതോടെ രേഖകൾ സംബന്ധിച്ച പ്രവർത്തനങ്ങൾ വേഗത്തിലാകുമെന്നും സംസ്ഥാന രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉദുമ സബ് രജിസ്ട്രാർ ഓഫീസിനായി നിർമ്മിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള കെട്ടിടം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രജിസ്ട്രേഷൻ വകുപ്പും ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണ്. ഇതിലൂടെ മെച്ചപ്പെട്ട സേവനങ്ങൾ ലഭിക്കും. ആധാരം രജിസ്ട്രേഷൻ തീയതിയും സമയവും മുൻകൂട്ടി നിശ്ചയിക്കുന്നതിനുള്ള ഓൺലൈൻ ടോക്കൺ സമ്പ്രദായം, ജില്ലക്കകത്തുള്ള ആധാരം ജില്ലയിൽ ഏത് സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം, ബാധ്യതാ സർട്ടിഫിക്കറ്റുകളും രേഖകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഓൺലൈനായി ലഭിക്കുന്ന സൗകര്യം, ഫീസുകൾ അടക്കുന്നതിന് പേയ്മെൻറ്റ് ഇമ്പോസ് സൗകര്യങ്ങൾ, വിവാഹ രജിസ്ട്രേഷൻ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാൻ സൗകര്യം, വിവാഹ രജിസ്ട്രേഷനുകൾ വീടുകളിൽ തന്നെ നടത്തുന്നതിനുള്ള സൗകര്യം, മുദ്രപത്രങ്ങളിൽ സ്റ്റാമ്പിംഗ് സൗകര്യം, ആധാരം രജിസ്റ്റർ ആകുമ്പോൾ തന്നെ പോക്കുവരവ് വിവരങ്ങൾ ഓൺലൈനായി തന്നെ വില്ലേജ് ഓഫീസിൽ ലഭ്യമായി വരികയില്ല. ഇവയൊക്കെയാണ് നമ്മുടെ വകുപ്പിനെ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില അടിസ്ഥാന സൗകര്യ വികസന പരിപാടികളെന്ന് ഞാൻ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതാണ്. വയനാട് ദുരന്തത്തിൽ രേഖകൾ നഷ്ടപ്പെട്ടു പോയവർക്ക് വകുപ്പ് പണച്ചെലവില്ലാതെ തന്നെ അവ പുനഃസ്ഥാപിച്ച് നൽകുന്നതിനുള്ള നടപടി സ്വീകരിച്ചുവെന്നും പറഞ്ഞ മന്ത്രി, എന്റെ ഭൂമി പോർട്ടൽ നിലവിൽ വരുന്നതോടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച വിവിധ ഓഫീസുകളുടെ പ്രവർത്തനം വേഗത്തിലാകുമെന്നും ഏറ്റവും വേഗത്തിൽ ജനങ്ങൾക്ക് സേവനം ലഭ്യമാകുമെന്നും വ്യക്തമാക്കി. ഈ വയനാടിലെ ദുരന്തത്തിന്റെ ഭാഗമായി രേഖകൾ ഒഴുകിപ്പോയി എല്ലാം നഷ്ടപ്പെട്ടവർ ആ രേഖകളൊക്കെ തന്നെ പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നതിന് ഈ നഷ്ടപ്പെട്ടവർക്ക് യാതൊരു സാമ്പത്തിക ബാധ്യതയുമില്ലാതെ സൗജന്യമായി രേഖകളൊക്കെ തന്നെ പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നതിന് രജിസ്ട്രേഷൻ വകുപ്പ് അതിൻ്റെ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ജനങ്ങളെയും രേഖ നഷ്ടപ്പെട്ടവരെയും അറിയിച്ചിട്ടുണ്ട്. സബ് രജിസ്ട്രാർ ഓഫീസിന്റെ നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകിയ KK അബ്ദുള്ള ഹാജിയുടെ മകൻ ലത്തീഫിനെ മന്ത്രി ആദരിച്ചു. ഓഫീസിലെത്തുന്ന ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കുന്നതിനായി ഉദുമ കാർഷിക സഹകരണ സംഘം നൽകിയ വീൽ ചെയറും മന്ത്രി ഏറ്റുവാങ്ങി. ഉദുമ പള്ളത്തെ പുതിയ ഓഫീസ് പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മണ്ഡലം MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു അധ്യക്ഷനായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ റീജിയണൽ മാനേജർ TM മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ, ജില്ലാ കലക്ടർ K ഇമ്പശേഖർ എന്നിവർ വിശിഷ്ടാതിഥികളായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ലക്ഷ്മി, പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ, ബേഡടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് M ധന്യ, കുറ്റിക്കോൽ പഞ്ചായത്ത് പ്രസിഡന്റ് H മുരളി, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാകൃഷ്ണൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുഷ്പ ശ്രീധരൻ, വാർഡ് മെമ്പർ യാസ്മിൻ റഷീദ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വെണ്ടർമാരുടെ സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. രജിസ്ട്രേഷൻ വകുപ്പ് ജോയിന്റ് IG PK സാജൻകുമാർ സ്വാഗതവും വകുപ്പിന്റെ ഉത്തരമേഖല ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ KC മധു നന്ദിയും പറഞ്ഞു. 1,16,00,000 രൂപ മുതൽ മുടക്കി 2 നിലകളിലായി 397 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ഇരിക്കാനുള്ള മുറി, സബ് രജിസ്ട്രാറുടെ മുറി, ഓഫീസ് മുറി, ഡൈനിങ് മുറി, ഇൻസ്പെക്ഷൻ മുറി, പൊതുജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി 4 ശുചിമുറികൾ, 1971 മുതൽക്കുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കുവാനുള്ള മുറി എന്നിവയെല്ലാം കെട്ടിടത്തിലുണ്ട്. കൂടാതെ ആവശ്യമായ വാട്ടർ സപ്ലൈ, സാനിറ്ററി സൗകര്യങ്ങൾ, മഴവെള്ള സംഭരണി, ഭിന്നശേഷി സൗഹൃദ റാമ്പ്, അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ, ഗോവണി എന്നിവയും പാർക്കിംഗ് സൗകര്യവും സജ്ജീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉദുമ.